വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. നമ്മളെല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് റവ. പക്ഷേ നമ്മൾ റവനെ കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാന്നല്ലാതെ അധികം നമ്മൾ ഡിഷസ് ഒന്നും ഉണ്ടാക്കാറില്ല. റവ ഉപയോഗിച്ച് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. ഓവണൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നേരിയ വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ റവ നമുക്കൊന്ന് മിക്സിയുടെ മീഡിയം ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട്, പറ്റുന്നത്ര ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. കുറച്ച് തരികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു ബൗളിൽ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഈ മുട്ടയിലേക്ക് ചേർത്തുകൊണ്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചിട്ട് ഈ മുട്ടയുടെ കളർ മാറി ഒരു ക്രീം കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കാണിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ ക്രീം കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിൽ വേണം ചേർക്കാനായിട്ട്. ഓയിലും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എസൻസ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റവയുടെ ആ ഒരു പൊടിയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതി, 2-3 നുള്ള ഉപ്പ് മതി. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇത് കുറച്ചായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ്ചറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്പാച്ചുലയാണ് എടുത്തിട്ടുള്ളത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യുന്നത്. ഇതല്ലാതെ നിങ്ങൾക്കിത് സ്റ്റിർ ചെയ്തിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള എയർ, അതായത് മുട്ട അടിച്ച് പതപ്പിച്ചിട്ടില്ലേ നമ്മൾ, അതിൻ്റെ അകത്തുള്ള എയർ ഒന്നും പോവാത്ത രീതിയിലേക്ക് വേണം നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഓരോ പോർഷനായിട്ട് വേണം ഈ ഒരു പൊടിച്ചു വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മാവ് നല്ല കട്ടിയായിട്ട് വരുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിനാണ് നമ്മൾ ഈ പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 3 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ഓയിലുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. മാവ് ഒഴിച്ചതിന് ശേഷം ഈ കുക്കർ നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അതിനുശേഷം കുക്കർ മൂടി ഉപയോഗിച്ചിട്ട് അടയ്ക്കുക. കുക്കറിൻ്റെ വെയിറ്റ്, അതായത് വിസിൽ എടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ഗ്യാസ്കറ്റോ കാര്യങ്ങളൊന്നും ഊരേണ്ട കാര്യമില്ല. ഈ ഒരു വിസിൽ മാത്രം നിങ്ങൾ എടുത്ത് മാറ്റുക. അടുപ്പത്ത് ഞാനൊരു പഴയ പാന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാന് ചൂടായ സമയത്ത് കുക്കർ അതിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം 40 മുതൽ 45 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലാണ് നിങ്ങളിത് വേവിക്കേണ്ടത്. ഈ കേക്ക് വെന്ത് കഴിഞ്ഞാൽ നല്ല കേക്ക് വെന്ത മണവും വരും. അതുപോലെ തന്നെ ഇതാ ഈ വിസിലിടുന്ന ആ ഒരു ഹോളിലൂടെ ഇതുപോലെ നന്നായിട്ട് പുറത്തേക്ക് ആവി വരും. ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങളിത് തുറക്കാൻ പാടുള്ളൂ. ഫ്ലെയിം നല്ല ചെറിയ തീ തന്നെ വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ കുക്കർ തുറന്നിട്ട് ഒരു ടൂത്ത്പിക്ക് എടുത്ത് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കുക. ചൂട് നന്നായിട്ട് തണഞ്ഞതിന് ശേഷം വേറെ ഒരു പ്ലേറ്റിലേക്ക് ഇത് മറിച്ചിടുക. മറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇതിൻ്റെ അടിഭാഗവും സൈഡൊക്കെ. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ എടുത്ത് കളയാം. ഇനി ഞാൻ ഈ കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ കേക്ക് പോലെ ഇത് നിങ്ങൾക്ക് ഐസിങ് ഒന്നും ചെയ്തിട്ട് അങ്ങനെയൊന്നും സെർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കുറച്ച് കോഴ്സായിരിക്കും. അതായത് കുറച്ച് തരി ആ കേക്കിൻ്റെ അകത്തുണ്ടാവും, റവയുടെ തരി. പക്ഷേ നമ്മൾ ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തരിയോട് കൂടിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എടുക്കുക. അക്കാര്യം ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.